ചന്ദ്രൻ എന്നോടൊപ്പം ചേരുന്നത് കോഴിക്കോട് നിന്നാണ്. ശ്രീ ചന്ദ്രൻ, ഈ ഹിജാബ് വിവാദത്തിന് പിന്നാലെ സ്കൂളിൽ നിന്ന് കൂടുതൽ കുട്ടികൾ TC വാങ്ങിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. ഞാൻ ഹിജാബ് പ്രശ്നത്തെ പറ്റി എന്റെ കാഴ്ചപ്പാട്, ഇന്നൊക്കെ നിങ്ങള് ഈ ന്യൂസ് 18 പൊതുവേദി, ഹലോ ന്യൂസ് 18 പൊതുവേദി ഇന്നൊക്കെ 4 ദിവസമായിട്ട് ചർച്ച ചെയ്യുന്നു. പ്രശ്ന പരിഹാരത്തിന് വേണ്ടിട്ടല്ലേ ഒരു ചാനൽ ശ്രമിക്കേണ്ടത്? അല്ല, 4 ദിവസം ഞങ്ങൾ ഇത് ആളുകളുടെ അഭിപ്രായം ആരായാൻ വേണ്ടിയിട്ടുള്ളത്. അത് 3 ദിവസം ആരായാൽ മതി എന്നാണ് ശ്രീ ചന്ദ്രൻ കോഴിക്കോടിന്റെ അഭിപ്രായം. അതല്ല, അങ്ങനല്ല പറഞ്ഞേ. എങ്ങനെയാണ് പറയുന്നത്? അങ്ങ് എന്താ പറയുന്നത്? 4 ദിവസം ചർച്ച ചെയ്താൽ മതി എന്ന് അങ്ങ് തീരുമാനിക്കുകയാണ്. ഇന്ന് ഇത് ചർച്ച ചെയ്യേണ്ട എന്ന് തീരുമാനിക്കുകയാണോ? ഒരു ക്യാമ്പയിൻ നാട്ടിൽ സംഘടിപ്പിക്കാൻ പോവുകയാണ്. ഇവിടെ ആളുകൾക്ക് തട്ടമിടാതെ ജീവിക്കാൻ കഴിയുന്നില്ല, ഇവിടെ എന്തോ വലിയ മതേതര പ്രശ്നങ്ങൾ നടക്കുകയാണ് എന്നൊക്കെ ഉള്ള ആക്ഷേപങ്ങൾ ഒരു വശത്ത് വരുമ്പോൾ അത് ചർച്ച ചെയ്യാതെ 3 ദിവസം കഴിഞ്ഞില്ലേ നിർത്തിക്കുമെന്ന് അങ്ങ് പറയാൻ അങ്ങക്ക് എന്ത് അധികാരമാണുള്ളത്? കുട്ടീന്റെ ഒരു സ്വാതന്ത്ര്യം അനിക്കുന്ന രീതിയിലുള്ള ചർച്ചകൾ കുട്ടിയുടെ സ്വാതന്ത്ര്യമല്ലല്ലോ, ഇന്നത്തെ വിഷയം വേറെയല്ലേ? അങ്ങ് വിഷയം കേട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഒരു സിനിമ ഉണ്ടല്ലോ, ഒരു സിനിമ പിന്നെ ബീഫ് കഴിച്ചു, നിങ്ങൾ എത്ര ദിവസം ചർച്ച ചെയ്തല്ലോ. അങ്ങിത് കാണാത്തതുകൊണ്ടല്ലേ വിവാദമായി തുടരുന്നിടത്തോളം കാലം ആ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യും. പിന്നെ ആ വിഷയം ചർച്ച ചെയ്ത് 4 ദിവസമാണെങ്കിൽ ഈ വിഷയം ചർച്ച ചെയ്ത് 3 ദിവസമാണ് എന്ന് അങ്ങനെ ഭയപ്പെടേണ്ട കാര്യമെന്നാണ്. അങ്ങക്ക് പ്രധാനപ്പെട്ട വിഷയമാണെങ്കിൽ എത്ര ദിവസം ചർച്ച ചെയ്താൽ അങ്ങക്ക് എന്താ കുഴപ്പം? ഇത് അങ്ങേ അസ്വസ്ഥതപ്പെടുത്തുന്നത് എന്താണ്? ഞാൻ ഇത് 10 ദിവസം ചർച്ച ചെയ്തു വിചാരിക്കും. എന്റെ ചോദ്യത്തിന് മറുപടി പറയും. ഞാൻ ഇത് 10 ദിവസം ഈ ഹിജാബ് വിഷയം ചർച്ച ചെയ്താൽ അങ്ങയെ ചന്ദ്രൻ എന്ന കോഴിക്കോടുകാരനെ അസ്വസ്ഥപ്പെടുത്തുന്ന എന്ത് ഘടകമാണ് അതിലുള്ളത്? അതിൽ ഒരു കുട്ടിക്ക് ഒരു സ്വാതന്ത്ര്യം, ഹിജാബ് കഴിച്ച് കുട്ടി പോട്ടെ, കുട്ടിക്ക് ഒരു സ്വാതന്ത്ര്യം ഇല്ല, ഒരു കുട്ടിക്ക് പഠിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ? കുട്ടിക്ക് പഠിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലെന്ന് ഞാൻ പറഞ്ഞോ? അല്ല, അങ്ങനെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു പ്രശ്നം സ്കൂളിൽ നിന്നുണ്ടായി കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഒരു പരിഹാരം കാണുമല്ലേ നമ്മൾ വേണ്ടത്? പരിഹാരം കാണാനല്ലേ അവരെല്ലാം കോടതിയിലേക്ക് പോയിരിക്കുന്നത്. ആ പ്രശ്നം അവിടെ പരിഹരിക്കട്ടെ. കോടതിയിൽ പോയ ഒരു പ്രശ്നം ഇങ്ങനെ 4 ദിവസം ചർച്ച ചെയ്ത് പിന്നെ ഇങ്ങനെ പ്രശ്നം. ഞാൻ കോടതിയിൽ പോയ പ്രശ്നമാണോ ഞാൻ ചർച്ച ചെയ്തത്? കേരളത്തിൽ ഹിജാബ് ധരിക്കാത്ത സ്കൂളുകളെ സംബന്ധിച്ച് ഒരു കണക്കെടുപ്പ് നടക്കാൻ പോകുന്നു. അവിടെ വലിയ തോതിലുള്ള മതതാൽപര്യങ്ങൾ സംരക്ഷിക്കാത്ത സ്കൂളുകളായി അവ ചിത്രീകരിക്കപ്പെടാൻ പോകുന്നു. അതോടൊപ്പം തന്നെ ഹിജാബിനെതിരെ ആളുകൾ ചില തെറ്റിദ്ധാരണകൾ പരത്തുന്നു, അല്ലെങ്കിൽ ഭീതിയോടെ ആക്കുന്നു എന്ന ആക്ഷേപം വരുന്നു. ഇതിനെതിരെ ഒരു ചർച്ച സംഘടിപ്പിക്കുന്നു, ഒരു സെമിനാർ വരുന്നു. ആ വിഷയമാണ് ഞാൻ ചർച്ച ചെയ്യുന്നത്. അത് ചെയ്യണ്ടേ? അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഈ കണക്കെടുപ്പ് നടത്തുന്നത്? എന്തിനാണ്? ഞാൻ ചോദിക്കട്ടെ ശ്രീ ചന്ദ്രൻ, അങ്ങനെ തീർന്ന ഒരു വിഷയമാണെങ്കിൽ കേരളത്തില് അല്ല ചന്ദ്രൻ, ഞാൻ പറയുന്നത് കേൾക്ക്. ചന്ദ്രൻ ബഹളം വെക്കാൻ ഞാൻ പറയുന്നത് കൂടി കേൾക്ക്. ഒരു മിനിറ്റ് കേൾക്ക്. ഈ എന്തിനാണ് പിന്നെ ഈ സമസ്ത ഇങ്ങനെ ഒരു കണക്കെടുപ്പ് നടത്തുന്നത്? ഈ പ്രശ്നം തീർന്നതാണെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ഒരു ചർച്ച എംപ്ലോയീസ് അസോസിയേഷൻ നടത്തുന്നത്? ഈ പ്രശ്നം തീർന്നതാണെങ്കിൽ തട്ടത്തിൻ മറിയത്ത വർഗീയത എന്ന പേരിൽ എംപ്ലോയീസ് അസോസിയേഷൻ എന്തിനാണ് ഒരു ചർച്ച നടത്തുന്നത് ഈ തീർന്ന പ്രശ്നത്തിൽ? എന്തിനാ? ഇതെല്ലാം തീർന്നതാണ്. ഇനി ആരും ചർച്ച ചെയ്യണ്ടെങ്കിൽ പിന്നെ അവരെന്തിനാണ് ചെയ്യുന്നത്? അല്ല, ഞാൻ ചോദിക്കുന്നത് പിന്നെ എന്തിനാണ് ഈ സമസ്ത ഇത് ചെയ്യുന്നത്? നിങ്ങൾ എന്റെ ചോദ്യത്തിന് മറുപടി പറയും. നിങ്ങൾ വെറുതെ ഒച്ച വെക്കാതെ ബഹളം വെക്കാതെ ഒന്ന് ഞാൻ നിങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയുമ്പോൾ നിങ്ങൾ എന്റെ ചോദ്യത്തിന് മറുപടി പറയും. ഞാൻ ഈ പ്രശ്നം 10ാം ദിവസമാണ് ചർച്ച ചെയ്യുന്നത് തന്നെ വിചാരിക്കും. ഇവർ 11ാം ദിവസം അടുത്ത ദിവസം ചർച്ച വെക്കാൻ പോകുന്നുണ്ടല്ലോ. എന്ത് കാര്യത്തിനാണ് പഠനം നടത്തുന്നത്? എന്ത് കാര്യത്തിനാണ്? കഴിഞ്ഞ പ്രശ്നമാണെങ്കിൽ ഈ ഹിജാബ് അനുവദിക്കാത്ത സ്കൂളുകളെ കുറിച്ച് എന്തിനാ പഠനം നടത്തുന്നത്? അല്ല, സിനിമേന്റെ അവിടെ നിൽക്കട്ടെ. അല്ല, അത് അങ്ങനെ ചില കാര്യങ്ങൾ ഒരു ദിവസം ചർച്ച ചെയ്തിട്ടുണ്ട്, ചില കാര്യങ്ങൾ 10 ദിവസം ചർച്ച ചെയ്തിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത് സിനിമയെ കുറിച്ച് അങ്ങനെ ഒരു ചർച്ച സംഘടിപ്പിക്കും, ഞങ്ങൾ അതും കൊടുക്കാം. അപ്പൊ അങ്ങക്ക് ഇതൊരു കുറച്ച് ദിവസം ഇത് ചർച്ച ചെയ്താൽ ഇതിങ്ങനെ അസ്വസ്ഥപ്പെടുത്താൻ മാത്രം എന്തുണ്ട്? അങ്ങ് ഈ പഠനം നടത്തുന്നതിനെതിരല്ല, ഇത് വേറെ ആളുകൾ ചർച്ച ചെയ്യുന്നതിനെതിരല്ല. ന്യൂസ് 18 ഇത് വേഗം അടച്ചുപൂട്ടി വെക്കണം എന്ന് അങ്ങ് ഭയക്കുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ തറപ്പിച്ച് പറയുന്നു, സൗകര്യമില്ല. അസ്വസ്ഥതമാകുന്നവർ അസ്വസ്ഥരായിക്കോട്ടെ, ഞങ്ങൾക്ക് അതിലൊരു ഭീതിയുമില്ല. ഞങ്ങൾ അതിനെ ഒട്ടും ഭയക്കില്ല. അത് തുടരും. അങ്ങനെ നിങ്ങൾ വിറയ്ക്കും എന്നൊന്നും തെറ്റിദ്ധരിക്കണ്ട. ഇങ്ങനെ ന്യൂസ് 18 ഫോൺ ചെയ്ത് ഇതൊരു പൊതു രീതിയാണല്ലോ. സ്ഥാപനങ്ങളിലേക്ക് ഫോൺ ചെയ്യുക, എന്നിട്ട് പത്രസ്ഥാപനങ്ങളിൽ ആളുകളോട് എന്തെങ്കിലും തർക്കിച്ച് അവരെ അങ്ങ് ഭീഷണിപ്പെടുത്തുന്ന തരത്തിലാക്കി അത് കട്ട് ചെയ്ത് ഇന്റർനെറ്റിൽ ഇടുക എന്നുള്ളത് അത് മറ്റു പത്രസ്ഥാപനങ്ങളിൽ നിങ്ങൾക്ക് വിജയിക്കും. ന്യൂസ് 18 അത് ഞങ്ങൾക്ക് ഒരു ഭയവുമില്ല, ഒരു പേടിയുമില്ല. ഇത് കട്ട് ചെയ്ത് പ്രചരിപ്പിച്ചാൽ ഞങ്ങൾക്ക് ഒരു ചുക്കുമില്ല, ഒരു പേടിയുമില്ല. ഇത് നാലല്ല, ഇത് കേരളം ഇത് ചർച്ച ചെയ്യുന്നിടത്തോളം കാലം ആ ചർച്ചകൾക്കൊപ്പം ന്യൂസ് 18 ഉണ്ടാവും. അങ്ങ് എത്ര അസ്വസ്ഥപ്പെട്ടാൽ അങ്ങെന്തിനാണ് ഈ ചർച്ചയിൽ പങ്കെടുത്തത്? ഇത് ഇത്ര ചർച്ച ചെയ്യേണ്ടാത്തൊരു വിഷയമാണെങ്കിൽ അങ്ങെന്തിനാണ് ഈ ചർച്ചയിൽ പങ്കെടുത്തത്? എന്തിനാ പങ്കെടുത്തത്?
യെസ്, അത്രയേ ഉള്ളൂ. അങ്ങേക്ക് മറുപടി ഇല്ല. രവീന്ദ്രൻ തൃത്താലയിൽ നിന്ന് എന്നോടൊപ്പം ചേരും. ശ്രീ രവീന്ദ്രൻ,